ഒരു ഗ്രാമത്തിൽ ഒരു മുക്കുവനുണ്ടായിരുന്നു. ഒരു ചൂണ്ടയുമായി മീൻ പിടിച്ച് ജീവിക്കുന്ന വളരെ ഫക്കീറായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരു സൂഫി ഗുരുവിൻ്റെ ശിഷ്യനും കൂടിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി തൻ്റെ പ്രിയപ്പെട്ട സൂഫി ഗുരുവിനെ സന്ദർശിക്കണമെന്നുള്ളത്. അങ്ങനെ ദൂരെ പട്ടണത്തിലുള്ള സൂഫി ഗുരുവിനെ കാണാൻ പോയി. ഈ ഫക്കീറായ മത്സ്യത്തൊഴിലാളിയുടെ ഒരേ ഒരു വിചാരം തൻ്റെ സൂഫി ഗുരുവിനെ കണ്ടു കഴിഞ്ഞാൽ തൻ്റെ എല്ലാ സങ്കടങ്ങളും മാറുമെന്നായിരുന്നു. അങ്ങനെ സൂഫി ഗുരുവിനെ കാണാൻ പോയപ്പോൾ ഇദ്ദേഹം ഞെട്ടിപ്പോയി. വളരെ കൊട്ടാര സമാനമായ വളരെ വലിയൊരു വീടായിരുന്നു സൂഫി ഗുരുവിനുണ്ടായിരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആശ്ചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം സൂഫി ഗുരുവോട് സംസാരിച്ചപ്പോൾ ഉള്ളിലിങ്ങനെ തോന്നി, ഇത്രയും വലിയ സൂഫി ഗുരു, ദൈവത്തെ ഭയക്കുന്ന ഒരാൾ, ഇത്രയും വലിയ കൊട്ടാരത്തിൽ വളരെ സമ്പന്നനായിട്ട് ജീവിക്കുമ്പോൾ ഇതൊരു യഥാർത്ഥ സൂഫി ഗുരുവാണോ? പക്ഷേ മനസ്സിൽ ആ സന്ദേഹം പുറത്തു പറഞ്ഞില്ല. ഒരു സൂഫി ഇങ്ങനെയാകുമോ? അങ്ങനെ സൂഫി ഗുരുവായിട്ട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഈ സംശയം തിരിച്ചറിഞ്ഞ സൂഫി ഗുരു പറഞ്ഞു, നമുക്കൊരു യാത്ര പോകാം, നീ റെഡി ആയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ സൂഫി ഗുരു വേഗം റെഡിയായി. കയ്യിൽ ഭാണ്ഡങ്ങളില്ല, വസ്ത്രങ്ങളില്ല, ഭക്ഷണങ്ങളില്ല, വെറും കൈയോടെയാണ് യാത്രക്ക് റെഡിയായത്. രണ്ടുപേരും യാത്ര തുടർന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ ഒരു മത്സ്യത്തൊഴിലാളിയായ മുക്കുവനായ ചൂണ്ടയിട്ട് മീൻ പിടിച്ച് ജീവിക്കുന്ന ഫക്കീറായ ആ ആത്മാന്വേഷിയായ ശിഷ്യൻ പറഞ്ഞു, അയ്യോ, ഒരു കാര്യം ഞാൻ മറന്നുപോയി. എൻ്റെ കയ്യിലുള്ള നമ്മുടെ വിഭവങ്ങൾക്ക് ആവശ്യമായ ചൂണ്ടയും ഭണ്ഡാരവും ഒക്കെ ഞാൻ കൊട്ടാരത്തിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. ഗുരുവേ, എന്റെ ചൂണ്ട എവിടെ മറന്നു വെച്ചു, അതില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. അപ്പോൾ സൂഫി ഗുരു പറഞ്ഞൊരു വാക്കുണ്ട്, സമ്പന്നനായ കോടീശ്വരനായ ഞാൻ നിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നാളത്തേക്ക് എന്തെന്ന് ഒരു ചിന്തയും ഇല്ലാതെ എല്ലാം ഉപേക്ഷിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ സമ്പന്നൻ അല്ലാതിരുന്നിട്ട് കൂടി നീ എന്ത് ചെയ്തു? നിനക്ക് നിന്റെ കയ്യിലുള്ള ചെറിയൊരു ഭാണ്ഡം, അതിലത്തെ ചൂണ്ട, അത് മറന്നതിന് നീ അസ്വസ്ഥനാകുന്നു. സത്യത്തിൽ എവിടെയാണ് നമ്മുടെ ദാരിദ്ര്യം? നമ്മുടെ മനസ്സിലാണോ? നമുക്ക് കിട്ടിയ അള്ളാഹുവിൻ്റെ ഐശ്വര്യത്തിലാണോ? കോടികളുടെ സമ്പത്തും കൊട്ടാരവും വിട്ടാണ് ഞാൻ നിന്നോടൊപ്പം വന്നത്. പക്ഷേ എന്റെ മനസ്സ് അസ്വസ്ഥമായില്ല. ദരിദ്രനായി നടക്കുന്നതല്ല സൂഫിത്വം. ധനത്തോടുള്ള ആർത്തിയും അത് നഷ്ടപ്പെടുമോ എന്ന ഭയവും മനസ്സിൽ നിന്ന് ഒഴിവാക്കുന്നതിലാണ് യഥാർത്ഥ സൂഫിസം. സൂഫി ഗുരുവിൻ്റെ വാക്കുകൾ ആ മുക്കുവനെ വല്ലാതെ ചിന്തിപ്പിച്ചു. സൂഫി ഗുരു പറഞ്ഞു, നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് സമ്പന്നത അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. ചില ആളുകൾക്ക് അത് കിട്ടിക്കോളണമെന്നില്ല. അപ്പോൾ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമ്മുടെ മനസ്സൊരിക്കലും ആ സമ്പത്തിൽ ലയിച്ചു പോകരുത്. നമ്മൾ സ്വതക്ക കൊടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, നമ്മുടെ അനുഗ്രഹങ്ങളിൽ നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നു, ആ അനുഗ്രഹങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതൊരിക്കലും ആത്മീയതയ്ക്കെതിരല്ല. പക്ഷേ സമ്പന്നനല്ലാതിരുന്നിട്ട് കൂടി നിന്റെ മനസ്സിൽ ഒരു ചെറിയ കാര്യം മറന്നു വെച്ചപ്പോൾ പോലും അതിനെക്കുറിച്ചുള്ള ആശങ്കയാണ്, നീ പട്ടിണിയായി പോകുമോ എന്നുള്ളത്. ആ ഒരു വിശ്വാസക്കുറവാണ്, തവക്കുലില്ലായ്മയാണ് നമ്മുടെ പ്രശ്നം. ഏതായാലും സൂഫി ഗുരുവുമായുള്ള ആ നടത്തത്തിലൂടെ ആ ആത്മാന്വേഷിക്ക് യഥാർത്ഥ ആത്മീയതയുടെ സത്യം എന്താണ് തിരിച്ചറിയാൻ കഴിഞ്ഞു. നമ്മളിൽ ചില ആളുകളുണ്ട്, സമ്പത്തുള്ള ആളുകളെ കണ്ടാൽ ഓനതും ദൈവത്തെ ഭയക്കാത്തവനാണ്, ദൈവനിഷേധിയാണ് എന്നൊരു ധാരണ. സമ്പത്തൊന്നുമല്ല ആത്മീയതയുടെ അടയാളം. സമ്പന്നരാവട്ടെ സമ്പത്തില്ലാതിരിക്കുന്നവനാവട്ടെ, നമ്മുടെ മനസ്സിൽ ആ സമ്പത്ത് നമ്മളെ ഭരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതുപ്രകാരമാണ് നമ്മുടെ ലൈഫ് ഉണ്ടാവുക. എന്തായാലും ഈ കഥ നമുക്ക് തരുന്നൊരു പാഠം അതാണ്.